മേരി ടീച്ചറിലേക്ക് പോകും. മേരി ടീച്ചർ, ഇവിടെ ഈ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധന എത്രത്തോളം ഇരട്ടി ആഘാതത്തിലാണ് എണ്ണവില കൂട്ടുന്നതെന്ന് നമുക്ക് അറിയാം പോയ കാലം. എന്നാൽ ക്രൂഡ് കുറഞ്ഞാൽ അതിവിടെ കുറയ്ക്കോ ഇല്ല. ഇന്നിപ്പോൾ 7 ദിവസമായിട്ടേ ഉള്ളൂ LPGക്ക് 60 രൂപ ഒറ്റയടിക്ക് വർധന. ബുക്ക് ചെയ്യാനുള്ള നിയന്ത്രണം ഇതിനോടകം വരുന്നുണ്ട്. ഈ യുദ്ധം തുടർന്നാൽ അടുക്കളയിലടക്കം നമ്മൾ കാത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രീമതി മേരി ജോർജ്? അതായത് ഹഷ്മി, യഥാർത്ഥത്തിൽ നമുക്കറിയാം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിൻ്റെയും പല മടങ്ങായിരിക്കും കേരളത്തിലെ വിലക്കയറ്റം. ഇപ്പോൾ തന്നെ LPG 860 രൂപയായിരുന്നത് 960 രൂപയായി മാറിയിരിക്കുന്നു. അതായത് 9.25% വർധനവാണ് LPGയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഗാർഹിക LPGയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത് 115 രൂപയാണ് കമേഴ്ഷ്യൽ LPGയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് രണ്ടും കേരളത്തെ പിടിച്ചു കുലുക്കാൻ സഹായകമായ അല്ലെങ്കിൽ പോന്നതായ കാര്യങ്ങളാണ്. ഉദാഹരണം, കമേഴ്ഷ്യൽ LPG ആണെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റ് സീസണാണ്. ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് അവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്ന ബുക്കിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തു. എയർ പ്രോബ്ലംസും യുദ്ധവും എല്ലാം കാരണം കൊണ്ട്. എങ്കിൽ പോലും ഇൻറ്റേർണൽ ടൂറിസ്റ്റുകൾ, ഇന്ത്യക്കകത്തുള്ള ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാമല്ലോ ബൈ ട്രെയിൻ, അങ്ങനെയുള്ള ടൂറിസ്റ്റുകൾ പോലും അവരുടെ ബുക്കിംഗ് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഇനിയും രൂക്ഷമാകും. കാരണം ഇപ്പോൾ ഇവിടെ ഭക്ഷണത്തിൻ്റെ എല്ലാത്തരം കമേഴ്ഷ്യൽ സിലിണ്ടറിൻ്റെ വിലയും കൂട്ടുക എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നോ എവിടെ നിന്നും വാങ്ങുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ വില കൂടും. നാച്ചുറലി അത് തന്നെ ടൂറിസ്റ്റുകൾക്ക് രണ്ടാമതൊരടി, അവർക്ക് യാത്രാക്ലേശവും മറ്റ് ഭീഷണികളും പോലെ രണ്ടാമതൊരു ഭീഷണിയാണ് ഇപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് LPGയുടെ 14.5 കിലോഗ്രാം ഇതിൻ്റെ വില 60 രൂപ 7.25% വർദ്ധിച്ചു എന്ന് പറയുന്നത് ഗാർഹിക ഉപഭോക്താക്കളെയും ബുദ്ധിമുട്ടിലാക്കും. അതുപോലെ താങ്കൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ബുക്കിംഗ് കമേഴ്ഷ്യൽ LPG ആണെങ്കിൽ 25 ദിവസത്തിൽ ഒരിക്കലേ പാടുള്ളൂ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു റെസ്ട്രിക്ഷനാണ്. എന്ന് മാത്രവുമല്ല, നമ്മുടെ LPGയുടെ അതായത് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഇതായിട്ട് നിയമാവലി അനുസരിച്ച് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് LPGയുടെ വിലയും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലയും ഒക്കെ LPGയുടെ വില വിപണിക്ക് വിട്ടിട്ടില്ല. വിപണിക്ക് വിട്ട പെട്രോളിയത്തിൻ്റെ വിലയിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഇരിക്കെ LPGയുടെ കാര്യം അത് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. അതിൽ ഈ പെട്ടെന്ന് തന്നെ, അതായത് യുദ്ധം തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ 7.25% വില വർധന നമ്മുടെ LPGയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ വിമർശനാത്മകമായ ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ജനങ്ങളെ, നാരികളെ ചേർത്ത് പിടിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓരോ ദിവസവും നമ്മൾ മലയാളം ന്യൂസ് പേപ്പറോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറോ എടുത്തു നോക്കിയാൽ കാണാം, അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ നാരികളെ ചേർത്ത് പിടിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമന്ത്രിയുടെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി. എന്നിട്ട് അങ്ങനെ കാണിക്കുന്ന ഗവൺമെൻറ്റാണ് ഈ യുദ്ധം തുടങ്ങി, അതായത് ഇന്ത്യയിലല്ല യുദ്ധം എന്ന് ഓർക്കണം, ഗൾഫ് കൺട്രീസിലാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ നാരികളിലേക്ക് അരിച്ചിറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ നാരികളെ ചേർത്ത് പിടിക്കുന്നതിന് ഗവൺമെൻറ് എന്ത് ശ്രദ്ധ കാണിക്കുന്നു എന്ന് നമ്മൾ എടുത്തു ചോദിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കറിയാം, ഇന്ത്യ 80% ഇന്ധനം ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലൊക്കെ ഇടുക്കി വഴി ഇന്ധനത്തിൻ്റെ ട്രാൻസ്പോർട്ട് സാധ്യമല്ല, കപ്പലുകളെ ഇല്ലാതെയാക്കും എന്നൊക്കെയുള്ള അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാച്ചുറലി വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, നാം ഇറാനുമായിട്ട് കരാറിലായിരുന്ന കാലത്ത്, സൗഹൃദത്തിലായിരുന്ന എല്ലാ നാളും, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് തലേന്ന് വരെ, അന്നൊക്കെ നമുക്ക് ഇറാനിയൻ കറൻസിയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ് നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നിരുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ വരെ കാത്തിരുന്നു. വലിയ സമ്മർദ്ദം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് അതിനെതിരായിട്ട് കമാന്നൊരക്ഷരം അദ്ദേഹം മിണ്ടുന്നത്.
അപ്പോൾ ഇറാനെ ചേർത്ത് പിടിക്കുകയല്ല ചെയ്തത്, ഇറാനെതിരെ നിലകൊള്ളുകയാണ് ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ ഇങ്ങോട്ട് അതായത് 80% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ തരത്തിലൊരു അതായത് ആരാംകോയിലെ ആക്രമണം നടക്കുന്നു, അതുപോലെ LPG ഗ്യാസ് മാനുഫാക്ചറിങ് കമ്പനികളിൽ നടക്കുന്നു. അപ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചതാണ് കേരളത്തിൻ്റെ കാര്യവും ഇന്ത്യയുടെ കാര്യവും. അപ്പോൾ ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടായാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുക? നമുക്കറിയാം, കഴിഞ്ഞ പാദം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള സാമ്പത്തിക പാദത്തിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓൾ ഇന്ത്യ തലത്തിൽ 0.25% ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ വില നിലവാരം 8.56% എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ തലത്തിലെ വില നിലവാരത്തെക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് കേരളത്തിലെ വില നിലവാരം എന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ്? കാരണം കേരളം ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ കേരളത്തെ ബാധിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തെയാണ് തിരിച്ചു പറയുന്നത്. ഞാൻ അങ്ങനെ എത്താം.